കണ്ണാ വെച്ചെടുക്കല്ലേ. NIOS ചാപ്റ്റർ 6 ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഹോം സയൻസിലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അഥവാ പോഷകാഹാര നില എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോഷകാഹാര നില എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ ഒരു അവസ്ഥയെയാണ് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു the health condition of a person as influenced by the intake and utilization of nutrients. ഏതൊക്കെ തരത്തിലുള്ള പോഷകങ്ങൾ അയാൾ ഭക്ഷണത്തിലൂടെ സ്വീകരിക്കുന്നു, അതാണ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് ശരീരം എത്രത്തോളം പ്രയോജനപ്പെടുന്നു, അതിനെയാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസ്ഥയാണ് പോഷകാഹാര നില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ എ പേഴ്സൺ ഈസ് അണ്ടർ നറിഷ്ഡ്, വെൽ നറിഷ്ഡ് ഓർ ഓവർ നറിഷ്ഡ്. ഇത് പോഷകാഹാര നില 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് സൂചിപ്പിക്കുക. ഒന്നല്ലെങ്കിൽ അയാൾ അണ്ടർ നറിഷ്ഡ് ആണ്, വേണ്ടത്ര പോഷകാഹാരം കഴിക്കാത്തയാളാണ്. അല്ലെങ്കിൽ ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കുന്ന ആളാണെങ്കിൽ വെൽ നറിഷ്ഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ അമിത പോഷണമുള്ളയാളാണെങ്കിൽ, പൊണ്ണത്തടിയന്മാരോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഓവർ നറിഷ്ഡ് ആണ്. ഈ 3-ൽ ഏത് കണ്ടീഷനിലാണ് അയാളെന്ന് കാണിക്കുന്നതാണ് പോഷകാഹാര നില, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അസസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ചോദ്യം. വൈ ഈസ് അസസിങ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസീസ് ഓർ എക്സസ് ന്യൂട്രീഷൻ ഇൻ ഇൻഡിവിജ്വൽസ്. വ്യക്തികളിൽ അമിതം ന്യൂട്രീഷൻ ഉണ്ടോ അല്ലെങ്കിൽ പോരായ്മയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നത്, അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് പ്രധാനമാണ്. ഒരു ജനതയെ സംബന്ധിച്ചും ആകും, ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു ഗ്രാമത്തിലെ പോപ്പുലേഷൻ എടുക്കുക, അവരുടെ പോഷകാഹാര നില എങ്ങനെയാണ് എന്ന് ഗവൺമെൻറ്റുകൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലാനിങ് ഹെൽത്ത് ഇൻ്റർവെൻഷൻസ് നീഡഡ്. ആവശ്യമായ നീഡഡായ ഹെൽത്ത് ഇൻ്റർവെൻഷൻസിനെ കുറിച്ച് പഠിക്കുവാനായിട്ട്, അത് ആസൂത്രണം ചെയ്യുവാനായിട്ടൊക്കെ ഗവൺമെൻറ്റുകൾക്ക് നയരൂപീകരണം ഉണ്ടാക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഏതേത് ഫാക്ടേഴ്സിനെയാണ്, അഥവാ ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ഒരാളുടെ ഭക്ഷണത്തിൽ അയാൾ എന്തൊക്കെ സാധനങ്ങളാണ് അയാളുടെ ഭക്ഷണക്രമത്തിൽ സ്വീകരിക്കുന്നത്, ഭക്ഷണക്രമമായി സ്വീകരിക്കുന്നത്, അതിനെയാണ് ഡയറ്ററി ഇൻടേക്ക്. പിന്നെ പ്രായം, ആണോ പെണ്ണോ, ആരോഗ്യസ്ഥിതി, ജീവിതശൈലി, ഇതൊക്കെ ഒരാളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് ഡയറ്ററി ഇൻടേക്ക്, ഏജ്, ജെൻഡർ, ഹെൽത്ത് കണ്ടീഷൻസ്, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇതെല്ലാം ഒരാളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യും. സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഒരാളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നതിൽ അയാൾ ജീവിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളും പാരിസ്ഥിതികമായ അവസ്ഥകളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി മാൽന്യൂട്രീഷൻ എന്താണ്? മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകാഹാരങ്ങൾ ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയാണ്. ഇംബാലൻസ് ബിറ്റ്വീൻ ന്യൂട്രിയൻ്റ് ഇൻടേക്ക് ആൻഡ് ബോഡി നീഡ്സ്. അപ്പോൾ മാൽന്യൂട്രീഷൻ 2 തരത്തിലാവാം. അണ്ടർ ന്യൂട്രീഷൻഡ് ആണെങ്കിലും മാൽന്യൂട്രീഷൻ തന്നെയാണ്, പോഷണ വൈകല്യം എന്നാണ് നമ്മൾ പറയുക. ഓവർ ന്യൂട്രീഷൻ ആണെങ്കിലും മാൽന്യൂട്രീഷൻ തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വെൽ ന്യൂട്രീഷൻ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് മാൽന്യൂട്രീഷൻ ഉള്ള ആൾക്കാരെന്ന് പറയാം, അല്ലേ? പോഷണ ദൗർലഭ്യവും അതുപോലെ തന്നെ അമിത പോഷണവും രണ്ടും മാൽന്യൂട്രീഷൻ തന്നെയാണ്. അണ്ടർ ന്യൂട്രീഷനും അതെ, ഓവർ ന്യൂട്രീഷനും അതെ, രണ്ടും മാൽന്യൂട്രീഷൻ തന്നെയാണ്, പോഷണ വൈകല്യം തന്നെയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസീസ്. ഇനി അണ്ടർ ന്യൂട്രീഷൻ എന്താണ്? പോഷണ ദൗർലഭ്യം അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, പോഷണ ലഭ്യതക്കുറവ്. അണ്ടർ ന്യൂട്രീഷൻ ഈസ് ദ ഇൻസഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് എനർജി ആൻഡ് ന്യൂട്രിയൻസ്. ആവശ്യത്തിന് ഊർജവും പോഷകങ്ങളും ഒരു വ്യക്തി കിട്ടാത്ത അവസ്ഥയാണ് അണ്ടർ ന്യൂട്രീഷൻ. ഇത് അയാളുടെ വളർച്ച മുരടിപ്പിന്, സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയും, ലീഡ് ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു സ്റ്റണ്ടഡ് ഗ്രോത്ത്, ലോ വെയ്റ്റ്, ഭാരക്കുറവിന് കാരണം, ആൻഡ് വീക്കൻഡ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കുറയാനും ഇത് കാരണമാവും. അപ്പോൾ ഓവർ ന്യൂട്രീഷനോ? ഓവർ ന്യൂട്രീഷൻ ഈസ് ദ എക്സസ് ഇൻടേക്ക് ഓഫ് കലറീസ് ആൻഡ് ന്യൂട്രിയൻസ്. ആവശ്യത്തിലധികമായി ഭക്ഷണത്തിൽ നിന്നുള്ള കലോറികൾ, ന്യൂട്രിയൻസ് ഒക്കെ അമിതമായി എടുക്കുന്നതാണ് എക്സസ് ന്യൂട്രീഷൻ അഥവാ ഓവർ ന്യൂട്രീഷൻ. ഇറ്റ് ക്യാൻ കോസ് ഒബസിറ്റി, പൊണ്ണത്തടിക്ക് കാരണമാകും, ഡയബറ്റീസ്,
അത് ചിലപ്പോൾ പ്രമേഹത്തിന് കാരണമാകും. ആൻഡ് കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഒരുപക്ഷെ കാർഡിയോ വാസ്കുലർ ഡിസീസസിന് വരെയും ഇത് കാരണമാകാൻ ഇടയുണ്ട്. എന്ത്? ഓവർ ന്യൂട്രീഷൻ. അപ്പോൾ ഇനി ന്യൂട്രിയൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് കേട്ടു. ഏതൊക്കെയാണ്? മൈക്രോയും മാക്രോയും. അപ്പോൾ എന്താണ് മാക്രോ? വലിയ തോതിൽ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആണ് മാക്രോ. കുറഞ്ഞ അളവിൽ വേണ്ടത് മൈക്രോ. അപ്പം മൈക്രോയും മാക്രോയും രണ്ട് തരമുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് ആർ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ ലാർജ് അമൗണ്ട്സ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്, കാർബോഹൈഡ്രേറ്റുകളെ പോലെയുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്, ഇതൊക്കെയാണ്. കാർബോഹൈഡ്രേറ്റ് അപ്പോൾ കൂടിയ അളവിൽ വേണം, കാരണം എനർജി ഗിവിങ് ഫുഡാണ് കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് ഫുഡാണ്, കൂടിയ അളവിൽ വേണം. ഫാറ്റും കൂടിയ അളവിൽ വേണം. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് സൂക്ഷ്മ വിറ്റാമിനുകളൊന്നും അത്രയധികം വേണ്ട. അതൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇനി മാക്രോ ന്യൂട്രിയൻസ് കൂടിയ അളവിൽ വേണ്ടവയാണ്. ദേ പ്രൊവൈഡ് എനർജി ആൻഡ് സപ്പോർട്ട് ഗ്രോത്ത്, റിപ്പയർ ആൻഡ് ബോഡി ഫങ്ഷൻസ്. അവ ഊർജം നൽകുന്നു എന്ന് മാത്രമല്ല, വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ കേടുപാട് തീർക്കുന്നതിനും മറ്റ് ജീവൽ പ്രവർത്തനങ്ങൾക്കും അത് പിന്തുണ നൽകുന്നതും കൂടിയാണ് ഈ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസോ? അതാണ് വിറ്റാമിൻസും മിനറൽസും. അത് നമ്മുടെ മെറ്റബോളിസത്തിനും ഇമ്മ്യൂണിറ്റിക്കും പ്രധാനമാണ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ ന്യൂട്രിയൻസ് ആർ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് നീഡഡ് ഇൻ സ്മോൾ അമൗണ്ട്സ്. ദേ ഹെൽപ്പ് ഇൻ മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റി ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. രോഗങ്ങൾ ചെറുക്കുന്നതിനും ഇത് സഹായകരമാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് BMI? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും BMI. BMI ഈസ് എ മെഷർ ഓഫ് ബോഡി ഫാറ്റ് ബേസ്ഡ് ഓൺ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. നമ്മുടെ പൊക്കവും ഭാരവും വെച്ചിട്ട് നമ്മുടെ ബോഡി മാസിൻ്റെ എത്ര വിലയിരുത്തലാണ് BMI എന്ന് പറയുന്നത്. അതൊരു ഇൻഡെക്സാണ്. ഓക്കെ, അതൊരു സൂചക സംഖ്യയാണ്. ആ സൂചക BMI ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അത് അണ്ടർ വെയ്റ്റ് പേഴ്സൺ ആണോ, നോർമൽ വെയ്റ്റ് പേഴ്സൺ ആണോ, ഓവർ വെയ്റ്റ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ പൊണ്ണത്തടി ഒബിസിറ്റി ആണോ, എന്താണ് ആ വ്യക്തിയുടെ കണ്ടീഷൻ എന്ന് പറയാൻ സാധിക്കും. എന്താണ് സന്തുലിത ആഹാരക്രമം, സന്തുലിതമായ ഭക്ഷണക്രമം, ബാലൻസ്ഡ് ഡയറ്റ്? അതായത് ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും വിറ്റാമിനും മിനറലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ഡയറ്റ് ആണ് കേട്ടോ. ഒരാൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ എ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ് ദ റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. അങ്ങനെയാണെങ്കിൽ അത് സമീകൃത ആഹാരമാണ്, ബാലൻസ്ഡ് ഡയറ്റ് ആണ്. അതൊരാളുടെ നല്ല ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സഹായകരവുമാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്ക്, എങ്ങനെയാണ് ഒരാളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് നമുക്ക് അളക്കാൻ പറ്റുക? അളക്കാൻ പറ്റുമോ? തീർച്ചയായും ഒരാളുടെ പോഷകാഹാര നില അത് അളക്കാൻ സാധിക്കും. അതിന് ഡയറ്ററി അസസ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, ആന്ത്രപ്പോമെട്രിക് മെഷറേഴ്സ് ഉണ്ട്, ബയോകെമിക്കൽ ടെസ്റ്റുകളിലൂടെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല രീതിയിലൂടെ നമുക്ക് അളക്കാൻ സാധിക്കും. ഫങ്ഷണൽ ടെസ്റ്റുകൾ ഒക്കെ ഉണ്ട്. ഓരോ മെത്തേഡിനും എന്താണ് ആ വ്യക്തിക്ക് ആവശ്യമായ ന്യൂട്രീഷനും ഹെൽത്തും എന്താണെന്ന് പറയുകയാണ്. നെയിം ദ മെത്തേഡ്സ് ടു അസസ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്. ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അസസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഡയറ്ററി അസസ്മെൻറ്റ്, ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്സ്, ക്ലിനിക്കൽ അസസ്മെൻറ്റ്, ബയോകെമിക്കൽ ടെസ്റ്റ്, ഫങ്ഷണൽ ടെസ്റ്റ് എന്നിവയാണ്. ഓരോ മെത്തേഡിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ന്യൂട്രീഷനും ഹെൽത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സ്പെസിഫിക്കായ ഇൻഫർമേഷൻസ് നൽകാൻ കഴിയുന്നവയാണ്. ഡയറ്ററി അസസ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇവാലുവേഷനാണ്. ഫുഡ് ഇൻടേക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പോഷകാഹാരത്തിൻ്റെ കൺസംഷനും എത്രത്തോളമാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതെന്നറിയാൻ. ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞിട്ടാണോ, കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ശരീരം അത് യൂസ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇതൊക്കെയാണ് ഡയറ്ററി അസസ്മെൻ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ മെത്തേഡുകളാണെന്ന് ചോദിച്ചാൽ, മെത്തേഡ്സ് ഇൻക്ലൂഡ് 24 hour റീകോൾ, ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റനെയർ ആൻഡ് ഡയറ്റ് ഹിസ്റ്ററി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചോദിക്കുക, എന്താണ് 24 hour റീകോൾ എന്ന്? 24 hour റീകോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കോർഡ്സ് ഓൾ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കൺസ്യൂംഡ് ഇൻ ദ പാസ്റ്റ് 24 hours. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൺസ്യൂം ചെയ്ത എല്ലാ ഫുഡും ഡ്രിങ്കും ഒക്കെ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഏർപ്പാടാണ്. 2, ഇറ്റ് ഹെൽപ്സ് എസ്റ്റിമേറ്റ് ഡെയിലി ന്യൂട്രിയൻറ്റ് ഇൻടേക്ക് ക്വിക്കലി. നിത്യേനയുള്ള പോഷകാംശത്തിൻ്റെ സ്വീകരണം അതിവേഗത്തിൽ എത്രത്തോളം നമുക്ക് ഉണ്ട് എന്ന് കണക്കാക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും കൂടി ചെയ്യും എന്നുള്ളതാണ്. വാട്ട് ഈസ് എ ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റനെയർ? അങ്ങനെയും ഒരു കാര്യമുണ്ട്. ഇറ്റ് ചെക്സ് ഹൗ ഓഫൺ സ്പെസിഫിക് ഫുഡ്സ് ആർ കൺസ്യൂംഡ് ഓവർ എ പീരീഡ്. ഒരു കാലയളവിൽ ചില പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പയർവർഗ്ഗങ്ങൾ,
എന്തോരം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന, ചെക്ക്. ഇറ്റ് ഐഡൻറ്റിഫൈസ് ഡയറ്ററി പാറ്റേൺസ് ആൻഡ് ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസീസ്. ഡയറ്ററി പാറ്റേണുകളും ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസികളും ഒക്കെ ഇത് ഡെഫിനറ്റായിട്ട് അത് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള ഈ ഭാഗം നന്നായിട്ട് പല ആവർത്തി കേട്ട് പഠിക്കുക, നോട്ടിലേക്ക് എഴുതുക. താങ്ക് യു.